ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ആലപ്പുഴയിലെ വികസന സാധ്യതകൾ, വികസന സ്വപ്നങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഒന്നുമില്ല എന്നുള്ള അവസ്ഥയാണ്. ആകെയുള്ളത് നരേന്ദ്രമോദിജിയോടൊപ്പം ഇരിക്കുന്ന ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീമാൻ നിതിൻ ഗഡ്കരി കൊടുത്ത റോഡുണ്ട്. അത് ഹൈവേ. കേരളത്തിൽ 20 സുവർണ കോറിഡോർ ഉണ്ടാക്കാനാണ് നിതിൻ ഗഡ്കരിജി തീരുമാനമെടുത്തത്. അതിന് പണം മാറ്റിവെച്ചിട്ടുണ്ട്. കിട്ടിയ പണം വകമാറി ചെലവഴിച്ചിട്ടുണ്ട്. ചോദിച്ച കണക്കൊന്നും പിണറായി വിജയൻ ഗവൺമെന്റ് കൊടുക്കുന്നില്ല. കണക്ക് കറക്റ്റായിട്ട് കൊടുക്കണം എന്ന് കേന്ദ്രം ആവശ്യപ്പെടുമ്പോൾ കേരള നിയമസഭയ്ക്കകത്തിരുന്നു കൊണ്ട് കണക്ക് നിങ്ങൾ കൊടുക്കണം മിസ്റ്റർ പിണറായി വിജയൻ എന്ന് പറയാൻ നട്ടലുള്ള ഒരൊറ്റ കോൺഗ്രസ്സുകാരനും കേരള നിയമസഭയ്ക്കകത്തില്ല. നരേന്ദ്രമോദി തരുന്ന പണം എന്ന് പറയുന്നത് ഇവിടുത്തെ മുഴുവൻ ജനങ്ങൾക്കും അവകാശപ്പെട്ട പണമാണ്. അതിന് കണക്ക് വേണം. കാരണം എന്താണ്? എല്ലാ കാര്യത്തിനും കൃത്യതയുള്ള കണക്കുള്ള, ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ പൊതുപ്രവർത്തനം ചെയ്യുന്ന, ഞാൻ സേവകനാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാളുടെ ഒരു നയാ പൈസ പോലും കവർന്നെടുക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള കോടികൾ കണക്ക് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയാൻ സൗകര്യമില്ല എന്ന് പറയുന്ന ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാല അടിയന്തരമായിട്ട് അക്കൗണ്ട് സംവിധാനം കൈകാര്യം ചെയ്യാൻ കെൽപ്പുള്ള ഒരാളെ വെക്കണം. ഇദ്ദേഹത്തിന് ചിലപ്പോൾ അത് അറിഞ്ഞൊന്നും വരില്ല. പക്ഷെ അതിന് നല്ല ഒരാളെ വെച്ചുകൊണ്ട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കണക്ക് കൊടുക്കാൻ തയ്യാറാകണം. ആലപ്പുഴയിൽ ഇന്ന് കാണുന്ന വികസനം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മെഡിക്കൽ കോളേജിനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ട്. അതും പോരാ എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് ആശ്രയിക്കാൻ ആശുപത്രികളില്ല. ഒരു മെഡിക്കൽ കോളേജിൽ ചെല്ലുന്ന സമയത്ത് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി ഡോക്ടർ കുറിപ്പടി കൊടുത്താൽ സ്കാൻ ചെയ്യണമെങ്കിൽ 6 മാസം കാത്തിരിക്കണം. അത്രയും ക്യൂ നിൽക്കുകയാണ് മനുഷ്യര്. അപ്പൊ 6 മാസം വരെ ഈ ദുരിതമായിട്ട് ചെല്ലുന്ന ആള് ജീവിച്ചിരിക്കുന്ന ഉറപ്പുണ്ടോ? എത്രയോ ആളുകൾ ഇവിടെ പെടഞ്ഞു വീണ് മരിച്ചുപോയി. അപ്പോൾ സർക്കാർ ആശുപത്രികളെ കൂടുതൽ വർദ്ധിതമാക്കി, താലൂക്ക് ആശുപത്രികളെ ജില്ലാ ആശുപത്രിക്ക് തുല്യമാക്കി, ജില്ലാ ആശുപത്രികളെ മെഡിക്കൽ കോളേജിന് തുല്യമാക്കി ഉയർത്താമെന്ന് 3 ടേം മുമ്പ് പറഞ്ഞതാണ് കേരളത്തിന്റെ ഭരണകൂടം. അന്ന് ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള ശ്രീമതി ടീച്ചർ പറഞ്ഞു, ഇല്ലേ? ഇന്ന് അതാണോ സാഹചര്യം? ഇന്നും പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള സ്ത്രീ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പായും തലേണയുമായിട്ട് ചെന്ന് നിലത്ത് പായ വിരിച്ച് കിടക്കുന്ന അനുഭവം ഉണ്ട്. നിങ്ങൾക്ക് മാധ്യമ സുഹൃത്തുക്കൾക്ക് പോയി നോക്കിയാൽ കാണാം. ഒരു മകനെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ചെല്ലുന്ന ഒരു അമ്മ കൂനിക്കൂടി, മുഖം ചുക്കി ചുളിഞ്ഞ്, കണ്ണ് കുഴിയിലാണ്ട്, ഭക്ഷണം പോലും മര്യാദയ്ക്ക് കഴിക്കാനില്ലാതെ, പോഷകാഹാരം പോലും കിട്ടാത്ത ഒരമ്മ മകന് കാവലിരിക്കുമ്പോൾ അമ്മയ്ക്ക് മരുന്ന് കുറിപ്പ് കൊടുത്തിട്ട് നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങാൻ പറയാണ്. അപ്പൊ എന്താണ് ഈ ഗവൺമെന്റ് ആശുപത്രിയിൽ മരുന്നില്ലാത്തത്? എന്തുകൊണ്ടാണ് സാധാരണക്കാരന് മരുന്നെത്തിക്കാത്തത്? ഗവൺമെന്റ് ആശുപത്രികളിൽ കൃത്യമായി മരുന്നെത്തിക്കണമെന്ന് മോദി പറയുന്നു. മാത്രവുമല്ല, ജനൌഷധി കൊണ്ടുവരണമെന്ന് പറയുന്നു. ആ ജനൌഷധി 900 ജനൌഷധിയാണ് കേരളത്തിൽ വന്നിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ഒരു 50,000-ഓളം ജനൌഷധി കേന്ദ്രങ്ങൾ കേരളത്തിൽ വരാത്തത്? എന്താ കാരണം? 1150 കോടി രൂപയുടെ മരുന്ന് കേരളത്തിലെ ജനങ്ങൾ വാങ്ങുകയാണ്. ഇത് വാങ്ങാൻ വേണ്ടി പുറത്തേക്കാണ് പോകുന്നത്. ഗുജറാത്തിൽ പോകുന്നു, തമിഴ്നാട്ടിൽ പോകുന്നു, ആന്ധ്ര പോകുന്നു, കർണാടക പോകുന്നു. പല സ്റ്റേറ്റുകളിലും പോയിട്ട് ഈ മരുന്ന് വാങ്ങിക്കൊണ്ടുവരുമ്പോൾ 380 രൂപയ്ക്ക് ക്യാമറ വെച്ചു പിണറായി വിജയന്റെ മകന്റെ അമ്മായി അച്ഛൻ, അല്ലെ? എത്ര ചെലവാ? 47 കോടിക്ക് വെക്കാം എന്നാണ് ജെയിംസ് പാലമറ്റം പറഞ്ഞത്. അല്ല, ഞങ്ങൾ 68 കോടിക്ക് വെക്കാം എന്നാണ് ആര് പറഞ്ഞ? അൽ ഹിന്ദ് കമ്പനി പറഞ്ഞത്. 68ഓ 70ഓ 75ഓ 389 കോടി രൂപയ്ക്ക് ഇത്രയും വലിയ തുക അഴിമതി നടത്താൻ ആ ഒരു ക്യാമറ കേസിൽ പോലും ഇവർക്ക് സാധിച്ചെങ്കിൽ 1150 കോടിയുടെ മരുന്ന് വാങ്ങിക്കൊണ്ടുവരുമ്പോൾ എന്തായിരിക്കും ഇവർക്ക് കിട്ടുന്ന പണം? നമ്മൾ ചിന്തിക്കണ്ടേ? ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വലിയ വികസനം നമുക്ക് വേണം. കയർ മേഖല പൂട്ടി, മത്സ്യമേഖലയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ നല്ല ഹാർബറുകൾ ഇല്ല. ഇവിടെ ഒരു തോട്ടപ്പള്ളി സ്പിൽവേ അശാസ്ത്രീയമായി നിർമ്മിച്ചിട്ടിരിക്കുകയാണ്. ആലപ്പുഴ പാർലമെന്റിൽ നടക്കുന്നത് അതുപോലെ തന്നെ നെൽകർഷകർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനം ചെയ്തു കൊടുക്കുന്നില്ല. ആകെ ആലപ്പുഴ പാർലമെന്റിൽ നടക്കുന്ന കച്ചവടം എന്ന് പറയുന്നത് കരിമണൽ കർത്തയുടെ കച്ചവടം മാത്രമാണ്. കരിമണൽ കർത്തയ്ക്ക് 1000 കോടി രൂപയുടെ മണൽ കൊടുക്കാൻ ഇവർ തയ്യാറാണ്. മണൽ എന്ന് പറയുന്നത് പാവപ്പെട്ടവരുടെ വിചാരം കരിമണൽ എന്ന് പറഞ്ഞാൽ ഒരു കറുത്ത മണൽ അല്ല. ഇത് ബ്രുസൈറ്റ് ആണ്, ഇത് സിർക്കോണിയം ആണ്, ഇത് നമുക്കറിയാവുന്ന പോലെ മോണോസൈറ്റ് ആണ്. ഇങ്ങനെ കേരളത്തിലെ മേജർ മൈനിങ് കേന്ദ്രങ്ങൾ മുഴുവൻ ഒരു കാലത്ത് ഇവർ കൈയടക്കി വെച്ചു. അങ്ങനെ KSIDC എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് 15% മാത്രം ഷെയർ കൊടുത്ത് കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയുടെ നേതാവ് ചന്ദ്രശേഖരനും മാർക്സിസ്റ്റ് പാർട്ടിയുടെ തൊഴിലാളി സംഘടനാ നേതാവ് എളമരം കരീമും ചേർന്ന് കരിമണൽ കർത്തയെ സഹായിക്കാൻ വന്നു. അങ്ങനെ സഹായിക്കാൻ വരുമ്പോൾ അന്നത്തെ മേജർ മൈനിങ്ങിന്റെ മന്ത്രി എന്ന് പറയുന്നത് ആരാണ്? അദ്ദേഹത്തിന്റെ പേര് നമ്മുടെ രാജസ്ഥാനിൽ നിന്നുള്ള മന്ത്രിയാണ്, ശിശ്രാം ഓല ആളുടെ പേര്. ഈ വ്യക്തി മൈനിങ് മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ വേണുഗോപാല് ഈ കരിമണൽ കർത്തയുടെയും ആ മിനിസ്റ്ററുടെയും കൂട്ടുകാരനാണ്. വെറും കൂട്ടുകാരനല്ല, ബിസിനസ് പാർട്ട്നേഴ്സായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ആലപ്പുഴയിലെ കരിമണൽ കർത്തയ്ക്ക് എന്നും മണൽ വിൽക്കാനുള്ള സഹായിയായിട്ട് വെറുതെ എന്തായാലും വേണുഗോപാൽ വർത്തിക്കില്ലല്ലോ.
അപ്പൊ വേണുഗോപാലിന്റെ അനധികൃത സ്വത്തുക്കൾ, ദുബായ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സ്വത്തുക്കളെ കുറിച്ചിട്ടുള്ള ചില വിവരങ്ങളാണ് ഞാൻ ദേശീയ ഏജൻസി മുൻപാകെ കൈമാറിയിട്ടുള്ളത്. അത് കൈമാറിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ കാരണം, എന്തുകൊണ്ടാണ് KMML എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം ഇവിടെ നിലനിൽക്കെ ആ പൊതുമേഖലാ സ്ഥാപനത്തെ വളർത്താതെ കരിമണൽ കർത്തയ്ക്ക് മാത്രം ഈ സംവിധാനം ഉണ്ടാക്കി കൊടുക്കാൻ ഇവർ പരിശ്രമിക്കുന്നത്? കരിമണൽ കർത്തയുടെ പുസ്തകത്തിൽ കണ്ട നോക്കുകൂലി മാത്രമല്ല, പിണറായി വിജയന്റെ മകളായിട്ടും വേണുഗോപാലും ഇവരൊരു വലിയ കമ്പനിയാണ്, ഇവരൊരു വലിയ അഴിമതി കമ്പനിയാണ്. ഈ അഴിമതി കമ്പനി ഇന്ത്യ മഹാരാജ്യത്ത് വ്യാപകമായിട്ട് അവർ ചെയ്യുന്നത് വിവിധ സംസ്ഥാനങ്ങളിലെ മേജർ മൈനിങ്ങുകളിൽ ഇവർക്കെല്ലാം തന്നെ പാർട്ട്ണർഷിപ്പ് വെച്ച് കോടിക്കണക്കിന് രൂപയുണ്ടാക്കി ആലപ്പുഴയിലെ കടലോരത്ത് താമസിക്കുന്ന സാധാരണക്കാരനെ പറ്റിക്കുകയാണ്. ഇത് ആരറിഞ്ഞിട്ടാണ്? ഇത് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ CPIMന്റെ ലീഡർ ആയിട്ടുള്ള ഇന്ന് മത്സരിക്കുന്ന ആരിഫിന് ഇതിൽ ബന്ധമില്ലേ? ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആരിഫ് പ്രതികരിക്കാത്തത്? ആരിഫ് ഇതിനെതിരായിട്ട് പ്രതികരിക്കണ്ടേ, മുന്നോട്ട് വരണ്ടേ? അപ്പോൾ KC വേണുഗോപാലും ആരിഫും ഒരേ കൂട്ടുകച്ചവടത്തിന്റെ പങ്കാളികളായതുകൊണ്ടാണ് ഈ കരിമണൽ കർത്തയുടെ വിഷയത്തിൽ ഇന്നും സ്റ്റാൻഡ് എടുക്കാതെ അവർ നിൽക്കുന്നത്. ഇപ്പോൾ കേസ് വന്നു. KC വേണുഗോപാലിന്റെ ചില കാര്യങ്ങൾ ഞാൻ ദേശീയ ഏജൻസി മുമ്പാകെ കൈമാറിയത് മനസ്സിലാക്കിക്കൊണ്ട് KC വേണുഗോപാൽ കേസ് കൊടുക്കാൻ തീരുമാനിച്ചു. ഒരു സ്ത്രീ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിന് കേസ് കൊടുക്കാൻ 3 ആഴ്ചക്കാലം എന്തിനാ കാത്തിരുന്നത്? 3 ആഴ്ചക്കാലം കാത്തിരുന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം വന്നിട്ടുള്ളത്. ഈ 3 ആഴ്ചക്കാലം എന്ത് ചെയ്യുകയായിരുന്നു? അന്ന് മേജർ മൈനിങ് നടത്താൻ പാടില്ലാത്ത സമയത്ത് മേജർ മൈനിങ് നടത്തിയിട്ട് എങ്ങനെ ഇതിന് സാങ്ഷൻ കൊടുത്തു? ഏത് മുഖ്യമന്ത്രി, ഏത് വ്യവസായ വകുപ്പ് മന്ത്രി, ഇതെല്ലാം അന്വേഷണം വരുമ്പോൾ വരും. അപ്പൊ സെക്രട്ടേറിയറ്റിൽ നിന്ന് 3 ദിവസം മുമ്പ് ഫയൽ കാണാതായി. സെക്രട്ടേറിയറ്റിനകത്ത് നിന്ന് വേണുഗോപാലിന് വേണ്ടി ഫയൽ കാണാതാവണമെങ്കിൽ പിണറായി വിജയനും വേണുഗോപാലും തമ്മിൽ എത്ര ടൈപ്പ് ഉണ്ട്? ഇതാണ് എൻ്റെ ചോദ്യം. അപ്പൊ എൻ്റെ കേസും പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. തെരഞ്ഞെടുപ്പ് ഒരു ഭാഗത്ത് നടക്കും. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ, നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ അവർക്കറിയും അവരുടെ കൂടെ നിൽക്കുന്ന ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിക്കണം. ഈ കരിമണൽ കർത്തയുടെ കൂടെ നിൽക്കുന്ന 2 പേരെ വിജയിപ്പിച്ചിട്ടും കാര്യമില്ല എന്നുള്ളത് അവർക്കറിയാം. തോട്ടപ്പള്ളിയിൽ സമരവുമായിട്ട് ആദ്യം വന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തകനാണ്. ആ പ്രവർത്തകനെ കാണാതായി. ശവശരീരം പോലും ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. എന്താ ആരിഫിന് ബുദ്ധിമുട്ടില്ലാത്തത്? ഇത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടാത്തത്? എന്തുകൊണ്ടാണ് അതിനെതിരെ മാർക്സിസ്റ്റ് പാർട്ടി സമരം ചെയ്യാത്തത്? കരുവണ്ണൂരിലെ സാരണസംഘ കൊള്ള നടത്തിയതുപോലെ തന്നെ അതിനേക്കാൾ ഭീകരമായിട്ടുള്ള കൊള്ളയാണ് ഇവിടെ ഈ കരിമണലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊള്ള നടക്കുന്നത്.